വെൽക്കം ടു amiyaskitchen. എല്ലാവർക്കും സുഖമായിരുന്നു. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് റെസിപ്പി പരിചയപ്പെടാം. എഗ് ഉപയോഗിച്ചായിട്ട് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ഇവിടെ ഒരു 3/4 കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചുവന്നുള്ളി, പിന്നെ ഒരു 10 ഉണക്കമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് നമ്മൾ ചമ്മന്തിക്കൊക്കെ അടിച്ചെടുക്കണ പോലെ ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കണം. അതിനായിട്ട് നമുക്കിത് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അടിച്ചെടുക്കാം. അധികം അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. എല്ലാം ഒന്ന് മിക്സപ്പ് ആയിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ ഒതുക്കിയെടുക്കില്ല, ആ രീതിയിലൊന്ന് ഒതുക്കിയെടുത്താൽ മതി. ഇപ്പം ഞാനിത് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചെറിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മളെ കയ്യിലുള്ള തക്കാളി അത്യാവശ്യം പുളിയൊക്കെ ഉള്ള തക്കാളി എന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി. ഇതിപ്പോൾ അധികം പുളിയില്ല, പിന്നെ ചെറിയ തക്കാളിയായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് 3 എണ്ണം എടുത്തത്. അപ്പോൾ ഈ തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഒന്ന് മെൽറ്റായിട്ട് വരണ വരെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചെടുത്ത നാളികേരത്തിൻ്റെ മിക്സ് ചേർത്തങ്ങായിട്ട് ഒരു 1-2 മിനിറ്റ് നന്നായിട്ട് തന്നെ അത് വഴറ്റിങ്ങായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നാളികേരമൊക്കെ നന്നായിട്ട് തന്നെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എഗ്ഗ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്തങ്ങായിട്ട് ഈ നാളികേരത്തിൽ എഗ്ഗ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചങ്ങായിട്ട് 1 മിനിറ്റോടെ നന്നായിട്ട് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മളിത് അടച്ച് വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തങ്ങായിട്ട് ഈ എഗ്ഗ് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരണവരെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. പിന്നെ ഇതിൽ അത്യാവശ്യം എരിവുണ്ടെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എഗ്ഗൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഈസി ആയിട്ട് ചോറിൻ്റെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചൂടുള്ള ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനു മുമ്പ് എനിക്ക് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും വേറൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്